ഇന്നത്തെ സുവിശേഷം മത്തായി 26:14 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. 30 വെള്ളിക്കാശും ഒരു സ്നേഹവിരുന്നും. ഗുരുവിനെ ഒറ്റിക്കൊടുക്കാൻ യൂദാസ് തീരുമാനിക്കുന്നതും പെസഹ വിരുന്നിനിടയിൽ യേശു അത് വെളിപ്പെടുത്തുന്നതുമാണ് ഈ ഭാഗത്തെ പ്രമേയം. ഏറ്റവും അടുത്ത സൗഹൃദത്തിനിടയിലും സ്വാർത്ഥത എങ്ങനെ വിള്ളലുകൾ വീഴ്ത്തുന്നു എന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യൂദാസ് പുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന് ചോദിച്ചു, ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്തു തരും? 30 വെള്ളിക്കാശിന് അവൻ തൻ്റെ ഗുരുവിനെ വിലപേശി ഉറപ്പിച്ചു. 3 വർഷം കൂടെ നടന്നിട്ടും യേശുവിനെ ഒരു ആത്മീയ രക്ഷകനായല്ല, മറിച്ച് ഒരു ലാഭമായിട്ടാണ് അവൻ കണ്ടത്. നമ്മുടെ ജീവിതത്തിലും ചെറിയ ലൗകിക ലാഭങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടി നാം സത്യത്തെയും നീതിയെയും വിൽക്കാറുണ്ടോ? പണത്തോടുള്ള അമിതമായ ആഗ്രഹം ദൈവവുമായുള്ള ബന്ധത്തെ തകർക്കും. തമ്മിലൊരാൾ തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് യേശു പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ അങ്ങേയറ്റം ദുഃഖിതരായി. ഓരോരുത്തരും ചോദിച്ചു, കർത്താവേ, അത് ഞാനാണോ? സ്വന്തം ബലഹീനതയെക്കുറിച്ചുള്ള ഭയമായിരുന്നു അവരിൽ. എന്നാൽ യൂദാസ് ചോദിച്ചത്, റബ്ബി, അത് ഞാനാണോ എന്നാണ്. അവൻ യേശുവിനെ കർത്താവായിട്ടല്ല, ഒരു ഗുരുവായിട്ട് മാത്രം കണ്ടു. ദൈവത്തോടുള്ള നമ്മുടെ വിളിയിൽ മാറ്റം വരുമ്പോൾ നമ്മുടെ പ്രവൃത്തികളിലും മാറ്റം വരുന്നു. കർത്താവായി സ്വീകരിക്കേണ്ട ദൈവത്തെ വെറുമൊരു അറിവായി മാത്രം നാം കാണുന്നുണ്ടോ? എന്നോടൊപ്പം പാത്രത്തിൽ കൈമുക്കുന്നവൻ തന്നെയാണ് എന്നെ ഒറ്റിക്കൊടുക്കുന്നത് എന്ന് യേശു പറഞ്ഞു. ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ അടയാളമായ ഒരുമിച്ചുള്ള ഭക്ഷണത്തിനിടയിലാണ് ഏറ്റവും വലിയ ചതിയും നടക്കുന്നത്. ചതിക്കുന്നവനെ അറിഞ്ഞിട്ടും യേശു അവന് വിരുന്നിൽ ഇടം നൽകി. ദൈവത്തിൻ്റെ കരുണ എത്ര വലുതാണ്! നാം അവിടുത്തെ ചതിക്കാൻ ഒരുങ്ങുമ്പോഴും അവിടുന്ന് നമുക്കായി തൻ്റെ മേശ ഒരുക്കുന്നു. ആ സ്നേഹത്തിന് മുൻപിൽ പശ്ചാത്തപിക്കാൻ നമുക്ക് സാധിക്കണം. യൂദാസ് വിൽക്കാൻ നോക്കിയത് ലോകത്തിൻ്റെ രക്ഷകനെയാണ്. 30 വെള്ളിക്കാശ് അവൻ്റെ കയ്യിൽ വന്നപ്പോൾ അവന് സമാധാനം നഷ്ടപ്പെട്ടു. സ്നേഹത്തേക്കാൾ പണത്തിന് വില നൽകുന്നിടത്ത് സമാധാനമുണ്ടാവില്ല. ആ വിരുന്നിൽ യേശുവിന് വേദനയുണ്ടായിരുന്നു, എങ്കിലും അവൻ തൻ്റെ ദൗത്യം പൂർത്തിയാക്കി. നമ്മുടെ വീഴ്ചകളെ മുൻകൂട്ടി കണ്ടിട്ടും നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, യൂദാസിൻ്റെ ചതിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം വേദനിക്കുന്നു. ലൗകിക ലാഭങ്ങൾക്ക് വേണ്ടി അങ്ങയെ തള്ളിപ്പറയാതിരിക്കാൻ എനിക്ക് കൃപ നൽകണമേ. എൻ്റെ കപടതകളെയും സ്വാർത്ഥതകളെയും തിരിച്ചറിയാൻ എന്നെ സഹായിക്കണമേ. അങ്ങയുടെ സ്നേഹവിരുന്നിൽ വിശ്വസ്തയോടെ പങ്കുചേരാനും അന്ത്യം വരെ അങ്ങയോട് കൂടെ നിൽക്കാനും എന്നെ ശക്തിപ്പെടുത്തണമേ. ആമേൻ.